സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിമീങ്ങളും പക്ഷേ ഖുർആൻ തുടരുന്നു. ഫമിൻഹും ളാലിമുൻ ലിനഫ്സി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഈ മഹത്തായ ഭാഗ്യം കിട്ടിയിട്ട് ഇൽമു പഠിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തിട്ട് അല്ലാഹു ഇൽമു കൊടുത്തിട്ട് ളാലിമുൻ ലിനഫ്സി സ്വശരീരത്തോട് ദുൽമു ചെയ്യുന്നവരുണ്ട്, പഠിച്ചതുപോലെ പ്രവർത്തിക്കാത്തവരുണ്ട്, ഈ കുപ്പായം അയച്ചു വെക്കുന്നവരുണ്ട്, ഈ കുപ്പായത്തോട് നീതി പുലർത്താത്തവരുണ്ട്, ഈ കുപ്പായത്തോട് ഈ ഡ്രസ്സിനോട് ഒരാദരവും പ്രകടിപ്പിക്കാത്ത ളാലിമീങ്ങളുണ്ട്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം തങ്ങളെ കാലത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരെ മാത്രമല്ലല്ലോ ഭരിച്ചത്, മൃഗങ്ങളെ മാത്രമല്ലല്ലോ ഭരിച്ചത്, ജിന്നുകളെ മാത്രമല്ലല്ലോ ഭരിച്ചത്, സർവ പടപ്പുകളെയും ഭരിച്ചിരുന്ന സുലൈമാൻ നബിന്റെ മുൻപിൽ ഒരു പട്ടി വന്നിട്ടൊരു പരാതി പറഞ്ഞു. നബിയേ, ഞാൻ അങ്ങവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴ് ഒരു മാന്യനായ മനുഷ്യനെ ഞാൻ കണ്ടു. അയാൾ നല്ല വേഷം ധരിച്ചിട്ടുണ്ട്, നല്ല ഷർട്ട് ധരിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയാ ആ മനുഷ്യനെ കണ്ടാൽ ഒരു മാന്യനാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി അയാളൊന്നും ചെയ്യില്ല, അവിവേകമൊന്നും ചെയ്യില്ല, ദുൽമൊന്നും ചെയ്യില്ല, അയാളെ മാന്യതക്ക് നിരക്കാത്തതൊന്നും ചെയ്യില്ല എന്ന് ഞാൻ ധരിച്ച് ഞാൻ അയാളെ മുമ്പിലൂടെ അങ്ങ് കടന്നുപോയി. പൂച്ചയെ പോലെയല്ലല്ലോ പട്ടി. പൂച്ചയ്ക്ക് എവിടെയും സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റും. ആരും പൂച്ചയെ എറിയാറില്ല, ദ്രോഹിക്കാറില്ല, വെറുതെ പൂച്ചയെ ആട്ടാറില്ല. അതേ സമയത്ത് പട്ടി അങ്ങനെയല്ല. പട്ടി ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. വെറുതെ ആളുകൾ എറിയാൻ സാധ്യതയുണ്ട്, ആട്ടിയോടിക്കാൻ സാധ്യതയുണ്ട്, ദുൽമു ചെയ്യാൻ സാധ്യതയുണ്ട്. ദുൽമു ചെയ്യാൻ പാടില്ലെങ്കിലും പലരും വെറുതെ അങ്ങ് ദുൽമു ചെയ്യാറുണ്ട്. ഞാൻ ആ മനുഷ്യന്റെ വേഷവും ഡ്രസ്സും ഒക്കെ കണ്ടപ്പോൾ മാന്യനാണെന്ന് കരുതി ഞാനങ്ങ് പോയി. പക്ഷേ ആ മനുഷ്യൻ ഒരു കല്ലെടുത്ത് എന്നെ എറിഞ്ഞ് എന്റെ കാലൊടിഞ്ഞു. എനിക്ക് ആ മനുഷ്യനോട് നീതി വാങ്ങിച്ചു തരണം. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ വിളിക്കുകയാ, തന്റെ കോടതിയിൽ ഹാജരാക്കുകയാ, ചോദിക്കുകയാ, നീ എവിടെ നിൽക്കുമ്പോ ഈ പട്ടി കടന്നുപോയോ? ഒവ്വ്. എന്നാൽ കടന്നുപോയപ്പോ ആ പട്ടി നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അതൊന്ന് മുരളിയോ? ഇല്ല. അത് കുരച്ചോ? ഇല്ല. എന്നെ എന്തെങ്കിലും ദുൽമു ചെയ്തോ? ഇല്ല. പിന്നെ നീ ആ പട്ടിയെ എറിഞ്ഞോ? എറിഞ്ഞു. അതിന്റെ കാലൊടിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തത് മഹാദുൽമാ. ഉറുമ്പിനെ പോലും ആവശ്യമില്ലാതെ ശല്യം ചെയ്യാത്ത ഒരു ജീവിയെയും കൊല്ലരുത് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നു, ഈ പട്ടിയുടെ കാലൊടിച്ചത് കൊണ്ട് അതിന് അന്നം തേടി എര തേടി പോകാൻ കഴിയില്ല. അതിന്റെ കാല് സുഖപ്പെടുന്നത് വരെ എല്ലാ ദിവസവും ആ പട്ടിക്കൊരു റൊട്ടി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഇത് പറഞ്ഞ് കേസ് തീർത്തപ്പോൾ ആ പട്ടി പറഞ്ഞു, നബിയേ, എനിക്ക് ആ മനുഷ്യന്റെ റൊട്ടി വേണ്ട, ഭക്ഷണം വേണ്ട. നിങ്ങൾ ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, ആ പട്ടിയോട് പറയണം, ഇനി ആ മനുഷ്യനോട് പറയണം,
മേലാൽ ആ മാന്യതയുടെ വസ്ത്രം ധരിക്കരുത്. ആ വസ്ത്രം അയാൾ ധരിക്കരുത്. അയാൾ ആ വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് എന്നെ പോലത്തെ ആളുകൾ തെറ്റിദ്ധരിച്ചത്, എന്നെ പോലത്തെ ആളുകൾ പെട്ടുപോയത്. മാന്യതക്ക് നിരക്കാത്ത വസ്ത്രം ധരിക്കാൻ പാടില്ല. ആ വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രത്തോടൊരു മാന്യത നമ്മൾ കാണിക്കണം. ഏതിലേക്ക് ചേർത്തി വായിച്ചാലും വേണ്ടിയില്ല, ഏതിന്റെ കൂടെ നിങ്ങൾ വായിച്ചാലും വേണ്ടിയില്ല, ഈ വസ്ത്രം ധരിക്കുന്ന ആളുകള് അതിനോട് കൂറ് പുലർത്തണം. നിങ്ങൾക്കറിയുമോ, വിശുദ്ധ ഖുർആനിൽ വളരെ മോശപ്പെട്ട 2 ഉദാഹരണങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. വ്യഭിചരിച്ചവനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ല, അവനൊരു പട്ടിയെ പോലെയാണെന്ന്. കള്ളു കുടിച്ചവനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ വളരെ മോശമായിട്ട് ഉദാഹരണപ്പെടുത്തിയത് 2 മനുഷ്യരെയാണ്. വത്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു മിൻ ആയാതിനാ. നാം വിജ്ഞാനം കൊടുത്ത് അലങ്കരിച്ച്, വിജ്ഞാനം കൊടുത്ത് ആദരിച്ച് വലിയ സ്ഥാനത്ത് നാം ഉയർത്തിയിട്ടുള്ള ബൽഅം ഇബ്നു ബഊറ, ആ പണ്ഡിതന്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്ക് നബിയേ, ഓതിക്കൊടുക്ക് നബിയേ. ഫൻസലഖ മിൻഹാ, ആ കുപ്പായം പിന്നെ അയാൾ അഴിച്ചു വെച്ചതാ. ഫമസലുഹു കമസലിൽ കൽബ്. കണ്ടോ, ഫൻസലഖ മിൻഹാ, എന്തൊക്കെ അല്ലാഹു പറയായിരുന്നു. ആ കുപ്പായം പിന്നെ അയാൾ അഴിച്ചു വെച്ചതാ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഇൽമിന് നമ്മെ തെരഞ്ഞെടുത്ത് ആ വഴിയിലേക്ക് നമ്മളെ തിരിച്ച്, അതുകൊണ്ട് അല്ലാഹു നമ്മെ ആദരിച്ച് ഇനി ആ കുപ്പായം അഴിച്ചു വെക്കരുത്. അഴിച്ചു വെച്ചാൽ ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് വ ഇൻ തത്റുകുഹു യൽഹസ്. ഇത്ര മോശപ്പെട്ട ഒരു ഉദാഹരണം അല്ലാഹു വേറെ പറഞ്ഞിട്ടില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ പറയാൻ തൗഫീക്ക് നൽകട്ടെ. മറ്റൊരു ഉദാഹരണം പറഞ്ഞത് ഏതാ? സൂറത്തുൽ ജുമുഅയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഓതി കേൾപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. അല്ലാഹു മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫറാ. തൗറാത്ത് എന്ന വേദപുസ്തകം അല്ലാഹുവിന്റെ വിജ്ഞാനം, അല്ലാഹുവിന്റെ കിതാബ് എമ്പാടും നൽകപ്പെട്ടു. വിജ്ഞാനം നൽകപ്പെട്ടു, അറിവ് നൽകപ്പെട്ടു. സുമ്മലം യഹ്മിലുഹാ, പിന്നെ അത് ഉൾക്കൊണ്ടില്ല, പഠിച്ചതുപോലെ പ്രവർത്തിച്ചില്ല. അവരെ പറ്റി ഖുർആൻ പറഞ്ഞു കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, വേദങ്ങൾ ചുമന്ന കഴുതകൾ പോലെയാണ്. ഓ മുത്ത് മുഅ്മിനീങ്ങളെ, ഈ മുൻപിലിരിക്കുന്ന മഹാഭൂരിപക്ഷവും എന്നെക്കാൾ കൂടുതൽ ഇതൊക്കെ അറിയുന്നവരാണെന്ന് എനിക്കറിയാം. എന്റെ സമാധാനത്തിന് വേണ്ടി ഞാനും കൂടി നന്നാവണമെന്ന് കരുതി, ഞാനും കൂടി വെളുക്കണമെന്ന് കരുതി, ഞാനും കൂടി ശുദ്ധിയാവണമെന്ന് കരുതി അലക്കുകാരൻ കല്ലിലടിച്ച് തിരുമ്പുന്ന സമയത്ത് ഈ അലക്കുകാരൻ കല്ല് വെളുക്കണമെന്ന് കരുതാറില്ല. അയകൻ കഴുകിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സ് വെളുക്കണം എന്നാ കരുതുന്നത്. പക്ഷേ ഡ്രസ്സുകൾ അഴുക്കുപോയി വെളുക്കുന്ന സമയത്ത് അടിക്കുന്ന കല്ലും വെളുക്കുമല്ലോ എന്നതുപോലെ പറഞ്ഞതാ. ഞാൻ ഒരു നസീഹത്തിന് അർഹതയുള്ളവനല്ല, ഉപദേശിക്കുകയല്ല. അല്ലാഹ് നമുക്ക് ചെയ്ത ഫളില് ഒന്ന് മനസ്സിലാവാൻ ഓർമ്മപ്പെടുത്തിയതാണ്. നോക്ക് നിങ്ങള്,
ഈ സ്ഥലത്തൊന്നും അല്ല പേര് പറഞ്ഞിട്ടില്ല, ബൽഅമിന്റെ പേര് പറഞ്ഞിട്ടില്ല, ജൂതന്മാരെ പേര് പറഞ്ഞിട്ടില്ല. എന്തേ പറയാതിരുന്നത്? പേര് പറഞ്ഞാൽ അവർക്ക് മാത്രമാണ് അത് ബാധകമാവുക. അത് പേരിന്റെ പ്രത്യേകതയല്ല, ഇത് സിദ്ധി ഗുണമാണ്. ഈ സ്വഭാവമുള്ളവർക്ക് മുഴുവനും ഇത് ബാധകമാണ് എന്നറിയിക്കാനല്ലേ അല്ലാഹു പേര് പറയാതിരുന്നത്. അതുകൊണ്ട് മുഅത്തല്ലിമീങ്ങളോട്, അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചവരോട്, അല്ലാഹു തെരഞ്ഞെടുത്തവരോട് ഞാൻ ഉറപ്പെടുത്തുന്നു, ളുൽമ് ചെയ്യല്ല, ളുൽമ് കാണിക്കല്ല.